നമസ്കാരം. അമേരിക്കയും ഇറാനുമായുള്ള യുദ്ധം ഇപ്പോഴും അവസാനമില്ലാതെ തുടരുകയാണ്. അതിനിടെ പ്രമുഖ അന്തർദേശീയ മാധ്യമമായ CBS ന്യൂസ് ഇപ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ ആഴ്ചയുടെ അവസാനം നാളെയോ മറ്റന്നാളോ തന്നെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേർക്ക് ആക്രമണം നടത്തും എന്നാണ് CBS വിവിധ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CBS റിപ്പോർട്ട് പ്രകാരം അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണ ശാലകളും വൈദ്യുത ഉൽപ്പാദന നിലയങ്ങളുമാണ്. ഇവ രണ്ടും തകർക്കുകയാണെങ്കിൽ അത് ഇറാന് വലിയ തോതിലുള്ള തിരിച്ചടി നൽകാൻ അത് കാരണമാകും എന്നാണ് ഇരു രാജ്യങ്ങളും വിശ്വസിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുവൈറ്റിലേക്ക്, അതുപോലെ ജോർദാനിലേക്ക്, ഈജിപ്തിലേക്കൊക്കെ തന്നെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക പ്രകോപിതരാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ചില ഭീഷണികൾ ട്രംപ് ഉയർത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇപ്പോഴും ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ പൂർണ്ണമായി ഇതിന് സജ്ജമാണോ എന്നറിയില്ല. എന്നാൽ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തിയത് തങ്ങൾ ഇക്കാര്യം ഇസ്രായേലുമായി സംസാരിച്ചുവെന്നും പരസ്പര ധാരണയോടുകൂടി ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയെന്നുമൊക്കെയാണ് അമേരിക്കയിലെ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് തങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഇനിയും നടത്തുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇനിയും ആക്രമിക്കുമെന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോഗേസി ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അവിടേക്കെല്ലാം തന്നെ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ താക്കീത് നൽകിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയാണ്. കാരണം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച് ഇപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ആകുമ്പോഴേക്ക് ഇത്രയും സമയം പിന്നിട്ടിട്ടും ഈ ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ തങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല, പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത് ഡൊണാൾഡ് ട്രംപിന് ഏറ്റ തിരിച്ചടിയായിട്ട് തന്നെയാണ് പലരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും യുദ്ധം ജയിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. മാത്രമല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തി. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല. ഏതായാലും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്ന് ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ അത്ര എളുപ്പമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ചാരസംഘടന മൊസാദിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി ശേഖരിക്കുകയും അത് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ ഇറാന് അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതുവരെ ആരും തന്നെ ഈ ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന വസ്തുത. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ കൂടുതൽ രൂക്ഷമായ രീതിയിൽ ഗൾഫിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തുമോ എന്നുള്ള ഒരു സംശയവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇറാൻ്റെ കൈവശമുള്ള ആണവ ശേഖരം നശിപ്പിക്കുക എന്നുള്ളതും അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പക്ഷേ ഇതിനോടകം തന്നെ ഈ ഒരു ഇടവേള കിട്ടിയ സമയം കൊണ്ട് തന്നെ ഇറാൻ അവരുടെ പരമാവധി ഈ ആണവ സാമഗ്രികൾ അവരുടെ പർവ്വതനിരകളിലും മറ്റുമുള്ള രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ രഹസ്യ ഡ്രോണുകൾ ചിത്രീകരിച്ച് കൃത്യമായ സ്ഥലം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇവിടേക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള അതിനൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇറാൻ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ നീക്കം നടത്തുന്നതെന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ വരുന്ന 2 ദിവസങ്ങൾ, നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണമാണ് ഇവിടേക്ക് നടത്തുന്നത് എങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിന്, അതുപോലെ മറ്റ് രാജ്യങ്ങൾ, റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഈ ഇറാനെ സഹായിക്കാൻ ഈ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് യുദ്ധത്തിൻ്റെ അവസ്ഥയെ മാറ്റും എന്നും പൊതുവെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അതായത് അമേരിക്ക പോലുള്ള ഒരു ലോകത്ത് ഏറ്റവും വലിയ ഒരു വൻ ആയുധ ശക്തിയും ഇറാനെ പോലുള്ള രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് ഇനിയും ഇറാൻ അവർക്ക് പൂർണ്ണമായും കീഴടക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉയരുന്നത്. ഇതിനൊരു മറുപടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഈ വാരാന്ത്യത്തിൽ തന്നെ, അതായത് നാളെയോ മറ്റന്നാളോ തന്നെ ഇറാന് നേർക്ക് ആക്രമണം നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നത് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. എങ്കിൽ പോലും അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു സംയുക്ത ആക്രമണം തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഫലമായി ഇറാനെ പൂർണ്ണമായി തങ്ങൾക്ക് കീഴടക്കാൻ കഴിയും എന്ന് തന്നെയാണ് അമേരിക്കയുടെ വിശ്വാസം.